ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മൂന്നാമതും അധികാരത്തിലേറുന്ന നരേന്ദ്രമോദിയെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അഭിനന്ദിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് അറിയിച്ചത്. UAEയിലേക്ക് സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് കർശന മാർഗനിർദ്ദേശം വിമാനക്കമ്പനികൾ നൽകുന്നു. 6 മാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട്, മടക്കയാത്രാ ടിക്കറ്റ്, താമസിക്കാൻ ഹോട്ടൽ റിസർവേഷൻ ചെയ്തതിന്റെ രേഖ, യാത്രാ കാലയളവിൽ ചെലവഴിക്കാനുള്ള നിശ്ചിത തുക എന്നിവ കൈവശം വേണമെന്നാണ് നിർദ്ദേശം. 1 മാസത്തെ വിസയിലെത്തുന്നവർ 3000 ദിർഹവും 1-ലേറെ മാസത്തേക്ക് എത്തുന്നവർ 5000 ദിർഹവും കൈവശം വെക്കണമെന്ന് വിമാനക്കമ്പനികൾ ട്രാവൽ ഏജന്റുമാർക്ക് നൽകിയ സർക്കുലറിൽ വ്യക്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയാണ് ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശിക്കാൻ എത്തുന്നവരുടെ കൈവശം അവരുടെ ഫോൺ നമ്പറും മേൽവിലാസവും താമസ വിവരങ്ങളും ഉണ്ടായിരിക്കണം. മതിയായ രേഖകൾ ഇല്ലാതെ വരുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇൻഡിഗോ എയർലൈൻസ് വ്യക്തമാക്കി. UAE യാത്രാ നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് നടപടി. മതിയായ യാത്രാരേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങിയിരുന്നു. യാത്രാ നിയമം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾക്കിടയിലാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ വിശദമാക്കി ട്രാവൽ ഏജൻസികൾക്ക് വിമാനക്കമ്പനികൾ സർക്കുലർ അയച്ചത്. കൃത്യമായ യാത്രാരേഖകളും മതിയായ പണവും ഇല്ലാതെ എത്തുന്നവരെ മടക്കി അയക്കുമെന്നും അറിയിപ്പിലുണ്ട്. രാജ്യത്ത് ചൂട് രൂക്ഷമായതിനെ തുടർന്ന് തൊഴിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ മധ്യാഹ്ന വിശ്രമം പുറം ജോലിക്കാർക്ക് ആശ്വാസമാകുന്നു. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള സമയമാണ് വിശ്രമത്തിനായി അനുവദിച്ചത്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ചൂട് ശക്തമായ സാഹചര്യത്തിൽ സർക്കാർ നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒമാനിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. തൊഴിൽ സമയം നേരത്തെ ആരംഭിച്ചാണ് കമ്പനികൾ വിശ്രമ സമയം പരിഗണിക്കുന്നത്. തൊഴിൽ സ്ഥലങ്ങളോട് ചേർന്ന് തന്നെ വിശ്രമ സൗകര്യവും അധികൃതർ ഒരുക്കുന്നുണ്ട്. മധ്യാഹ്ന വിശ്രമ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. 500 റിയാലിൽ കുറയാതെയും 1000 റിയാലിൽ കൂടാതെയുമുള്ള തുക പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ തടവും ഇതിന് ശിക്ഷയുണ്ട്. അതേസമയം തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കും. തൊഴിൽ സമയങ്ങളിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഒഴിവാക്കാൻ വെള്ളം വിതരണം ചെയ്യണമെന്ന നിർദ്ദേശവും കർശനമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒമാനിൽ നിരവധി സ്ഥലങ്ങളിൽ ഉയർന്ന താപനിലയായി 47.4 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. മരുഭൂമിയിൽ നിന്നടിച്ച് വീശുന്ന ചൂടുകാറ്റാണ് രാജ്യത്തെ താപം ഉയരാൻ കാരണമാകുന്നത്. മസ്കറ്റ് അടക്കമുള്ള മേഖലയിൽ രാത്രി സമയങ്ങളിലടക്കം ഈർപ്പം കൂടുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ച സ്ഥലങ്ങളിൽ താപനിലയിൽ നേരിയ തോതിൽ കുറവുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ BJPക്ക് സർക്കാർ രൂപവൽക്കരണം എളുപ്പമാകില്ല. മുന്നണിയിലെ കക്ഷികളെ ഒപ്പം നിർത്തേണ്ടത് സർക്കാർ രൂപവൽക്കരണത്തിന് നിർണായകമായതോടെ വിലപേശലുമായി ഘടകകക്ഷികൾ രംഗത്തെത്തി. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP, ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ, LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരാണ് സുപ്രധാന ക്യാബിനറ്റ് പദവികൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി രംഗത്തെത്തിയത്. സുപ്രധാന വകുപ്പുകൾക്ക് പുറമെ ലോക്സഭാ സ്പീക്കർ സ്ഥാനമാണ് TDP ലക്ഷ്യമിടുന്നത്. 7 ക്യാബിനറ്റ് മന്ത്രിമാരും 1 സഹമന്ത്രിയും വേണമെന്ന ആവശ്യം TDP മുന്നോട്ട് വെച്ചുവെന്നാണ് വിവരം. ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, കൃഷി, IT, വിദ്യാഭ്യാസം, ജൽശക്തി തുടങ്ങിയ ക്യാബിനറ്റ് സ്ഥാനങ്ങൾക്ക് പുറമെ ധനകാര്യ സഹമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യവും ഉയർത്തിയേക്കും. സമാനമായ ആവശ്യങ്ങളാണ് JDUവും ഉയർത്തുന്നത്. 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് പുറമെ ബീഹാറിന് പ്രത്യേക പദവി, ജാതി സെൻസസ് തുടങ്ങിയവയാണ് JDU മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ ചൂട് കഠിനമായ സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു. ജബൽ അക്തർ, ഇബ്രി, റുസ്താഖ്, അവാബി, ഖാബൂറ, സൊഹർ, ഹംറ, ദൗഫാറിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് നേരിയ മഴ ലഭിച്ചത്. ഇവിടങ്ങളിൽ ശക്തമായ കാറ്റും വീശി. മഴ പെയ്ത പ്രദേശങ്ങളിൽ താപനിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം ഒമാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്നലെ ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത്.
തൂർ, മക്ഷിൻ, സമായിൽ, സുനൈന, ഹംറ അദു, ഫഹൂദ്, മർമൂൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. മൂന്നാം തവണയും തുടർച്ചയായ വിജയം കൈവരിച്ച നരേന്ദ്രമോദിക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ കൈമാറി. ഇന്ത്യൻ ജനതയെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നതായി കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു. ഒമാനിൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും. മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 24694400 24644037 24644070 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. രാജ്യത്ത് ഇന്ന് ദുൽഖഅദ് 29. മസ്കറ്റ് ഗവർണറേറ്റിനോട് ചേർന്ന് വാദി അദയിൽ കാർഷിക, ഫിഷറീസ്, ജല വിഭവ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിൽ പ്രളയവും മഴ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു. 38 ദശലക്ഷം റിയാൽ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ട് 6ഓളം തെക്കൻ വാദികളിൽ നിന്നും അൽ-ലഹബസ്, അൽ-അൽവിയ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വെള്ളം അണക്കെട്ടിൽ എത്തിക്കും. കൊറം പ്രദേശത്തെ വെള്ളക്കെട്ടുകൾ ഇതോടെ പൂർണ്ണമായും ഇല്ലാതാകുമെന്നും മന്ത്രാലയം ജലവിഭവ വിഭാഗം ഡയറക്ടർ പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിലാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 30 മാസങ്ങൾ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. 2026 അവസാനത്തോടെ വാദി അദൈ അണക്കെട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. 50 മീറ്റർ വരെ താഴ്ചയിൽ കുഴിയെടുത്ത് കെട്ടുറപ്പുള്ള അടിത്തറ അണക്കെട്ടിന് ഉറപ്പുവരുത്തും. വേനലവധിയും ബലിപെരുന്നാൾ അവധിയും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ കണ്ണൂരിലേക്കുള്ള വിമാനങ്ങളുടെ കുറവ് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഉത്തര മലബാറിലേക്കുള്ള യാത്രക്കാർ. എണ്ണത്തിൽ കുറഞ്ഞ നേരിട്ടുള്ള സർവീസുകളിൽ അധിക തുക നൽകിയും കണക്ഷൻ വിമാനങ്ങളിൽ ദീർഘസമയം യാത്ര ചെയ്തുമാണ് പലരും നാട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്നും മാത്രമാണ് നിലവിൽ കണ്ണൂരിലേക്ക് നേരിട്ടുള്ള സർവീസ് ഉള്ളത്. അതും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം. വരും ദിവസങ്ങളിൽ 160 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ജൂൺ അവസാനം വരെ 80 റിയാലിൽ താഴെയില്ല. അവധിക്കാലം കഴിഞ്ഞുള്ള മടക്കയാത്രയിലും ഉയർന്ന തുകയ്ക്ക് ഇവർ ടിക്കറ്റ് സ്വന്തമാക്കേണ്ടി വരും. അതേസമയം സലാലയിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു വിമാന കമ്പനിയും നിലവിൽ നേരിട്ട് സർവീസ് നടത്തുന്നില്ല. മസ്കറ്റിൽ നിന്നും ഇൻഡിഗോ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, കൊച്ചി വിമാനത്താവളങ്ങൾ വഴിയും എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ മറ്റ് സെക്ടറുകൾ വഴിയും കണ്ണൂരിലേക്ക് കണക്ഷൻ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ടിക്കറ്റിന് ചെലവ് വരുന്നത് 3 ഇരട്ടിയിലധികം തുകയാണ്. സലാലയിൽ നിന്നും മസ്കറ്റിലെത്തി കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിനെ ആശ്രയിക്കുന്നവരും ഉത്തര മലബാറിലേക്കുള്ള യാത്രക്കാരിൽ നിരവധിയാണ്. മസ്കറ്റിലേക്കുള്ള യാത്രയിലും കോഴിക്കോട് നിന്നും സ്വന്തം നാട്ടിലേക്കുള്ള യാത്രകൾക്കും ഇവർക്ക് അധിക തുക ചെലവാക്കേണ്ടി വരും.